എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് തോരനാണ്. അതെങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിൾ വേയിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. സോ ലെറ്റ് us start. വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക്. 3 വലിയ ബീറ്റ്റൂട്ട്, ഇഞ്ചി 2 ചെറിയ കഷ്ണം, പച്ചമുളക് 2 വലിയ ഉള്ളി, നാളികേരം 1/2 കപ്പ്, കരിവേപ്പില, ജീരകം 1 ടീസ്പൂൺ മതിയാവും, പിന്നെ 2 ടീസ്പൂൺ കടലപ്പരിപ്പ്. അതിനുശേഷം നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്. ഇത്രയും ഐറ്റം നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബീറ്റ്റൂട്ടിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ചോപ്പറിലിട്ട് അതിനെ ഏറ്റവും പൊടിയാക്കാവുന്ന ആ രീതിയിൽ വയ്ക്കുക. അതായത് ഇതുപോലെ വയ്ക്കുക, എല്ലാം ഫുള്ളായിട്ട്. രണ്ടാമത് ഉള്ളി ചെറുതായിട്ട് അരിയുക, നീളത്തിൽ അരിഞ്ഞാലും മതിയാവും. പച്ചമുളക് കീറി മുറിച്ച് വയ്ക്കുക. അടുത്തത് നാളികേരം, ഇഞ്ചി, ഇത് രണ്ടും കൂടെ ചോപ്പറിലിട്ട് അതിനെ പൊടിയാക്കി എടുക്കുക. ഇതുപോലെ ആക്കി വെക്കണം. സ്റ്റൗ ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം അതിന് മേൽ കടായി വയ്ക്കുക. കടായി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക അതിലേക്ക്. അതിനുശേഷം കടുക് നേരത്തെ പറഞ്ഞ പോലെ 1.5 ടീസ്പൂൺ അതിലിടാം. നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിൻ്റെ കൂടെ കടല, ജീരകം രണ്ടും കൂടെ ഇടണം. ഇട്ടിട്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും കരിവേപ്പിലയും ചേർക്കാം, ആഡ് ചെയ്ത് അത് ചെറുതായിട്ട് നോക്കിയതിന് ശേഷം കൂടെ അരിഞ്ഞു വെച്ച ഉള്ളിയും അതിൽ ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകരുത്. ചെറിയ നേരിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ കൂടെ നാളികേരം, ഇഞ്ചി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത്, പൊടിച്ച് വെച്ചിരുന്നത്, അതിൻ്റെ കൂടെ ചേർക്കാം. ഇനി അടുത്തത് ബീറ്റ്റൂട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, അതുകൂടാതെ 1.5 ടീസ്പൂൺ ഉപ്പും അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് വെക്കണം, ഇളക്കിക്കൊണ്ട് വയ്ക്കുക. അതിനുശേഷം ഇതിനെല്ലാറ്റിനും കൂടെ പാത്രത്തിൻ്റെ സെൻറ്ററിൽ ഒന്നിച്ച് കൂട്ടി വയ്ക്കുക. ഇതേപോലെ ചെയ്യണം. ചെയ്തതിന് ശേഷം അതിൻ്റെ കഴിഞ്ഞതിൻ്റെ മേലെ മൂടി വയ്ക്കുക. 2-3 മിനിറ്റ് നേരത്തേക്ക് വേവട്ടെ. ഇപ്പോൾ നമുക്ക് കഴിക്കാനുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. റെഡി ടു സെർവ്. താങ്ക് യു ഫോർ വാച്ചിങ്. See you on next video. God bless you.